നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാന്തേച്ചി പോവായോ? ആ, കല്യാണത്തിന് വരണം കേട്ടോ ചേച്ചി. പിന്നെ വരാതിരിക്കോ? ഉറപ്പായിട്ടും വരും. എന്നാ പിന്നെ ഇറങ്ങട്ടെ മോളെ. രാമേട്ടാ, പോകുന്ന വഴിക്ക് ഇവരെ കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക്. ചെല്ല്. ആ, മോളെ, എന്തായി? നീ വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു? ഫോണൊന്നും എടുക്കണ്ടേ അമ്മേ, എന്നാലല്ലേ കാര്യങ്ങളൊന്ന് പറയാൻ പറ്റൂ. എന്തായാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം വന്നുപോയി. അതിന്റെ സത്യാവസ്ഥ എന്താന്ന് അവനെ ബോധ്യപ്പെടുത്തണ്ടേ? അതിപ്പോ നേരിട്ടാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണെങ്കിലും കാര്യങ്ങൾ അവനെ അറിയിച്ചേ പറ്റൂ. സത്യമാണെങ്കിൽ അമ്പലത്തിൽ പോണോന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. 1-2 തവണ എന്നെ വിളിച്ചിരുന്നു. അത് നീ കാര്യാക്കണ്ട. സത്യം ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയിക്കോളാം. നീ വിഷ്ണുവിനെ ഫോണിൽ കിട്ടുമെന്ന് നോക്ക്. എന്റെ ബിഗ് ഫ്രണ്ട് അതാ എന്റെ അച്ഛൻ. ഭയങ്കര ജോലി തിരക്കുള്ള ആളാ. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഫോൺ വിളിക്കും, എന്നെയും വിളിക്കും, അമ്മയും വിളിക്കും. വിഷ്ണുട്ടാ, എനിക്ക് വിഷ്ണുട്ടനോട് സംസാരിക്കണം. എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? വിഷ്ണുട്ടാ, എനിക്കൊന്ന് സംസാരിക്കണം. ഓ, എനിക്കൊന്നും കേക്കണ്ട. വിഷ്ണുട്ടൻ കേൾക്കണം. സംഭവിച്ചത് എന്താണെന്ന് വിഷ്ണുട്ടൻ അറിയണം. ഓ, ഇപ്പൊ സംഭവിച്ചതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്കിപ്പോ വേറെ ഒന്നുമില്ല. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണല്ലോ. കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ഉപരി ചില സത്യങ്ങളുണ്ട് വിഷ്ണുട്ടാ. അതെന്താന്ന് അറിയേണ്ടതുവാ. അതെ, കള്ളങ്ങൾ കൊണ്ട് എന്റെ കാഴ്ചകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കും. അല്ല, യഥാർത്ഥ സത്യം എന്താണെന്ന് വിഷ്ണുട്ടനെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാ. ശരി, ഒരു പ്രാവശ്യം കൂടി ഞാൻ നീ പറയുന്നത് കേൾക്കും. എനിക്ക് വിശ്വാസം ആയില്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച. ശരി, സമ്മതിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.